It may seem crazy what I'm about to say. Sunshine, she's here, you can take a break. Hot air balloon that could go to space. With the air, like I don't care, baby, fly away. Because I'm happy. Clap along if you feel like a room without a roof. Because I'm happy. Clap along if you feel like happiness is the truth. Because I'm happy. Clap along if you know what happiness is to you. Because I'm happy. Clap along if you feel like നിങ്ങൾക്ക് എല്ലാവർക്കും മിസാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഞാൻ ശോഭിത. ഇന്നത്തെ നമ്മുടെ വീഡിയോ പച്ചക്കപ്പ എങ്ങനെയാണ് മാസങ്ങളോളം കേടാവാതെ സൂക്ഷിക്കുക എന്നുള്ളതാണ്. നമ്മൾ സൂക്ഷിക്കാൻ ഉദ്ദേശിക്കുന്ന കപ്പ അതിൻ്റെ പുറന്തോട് കളഞ്ഞിട്ട് കുറച്ച് വലിയ പീസാക്കിയിട്ട് വേണം കളയാനായിട്ട്. എന്നിട്ട് അതൊന്ന് കഴുകിയെടുത്ത് ഒരു ടിഷ്യൂ പേപ്പറിലോ അല്ലെങ്കിൽ കോട്ടൺ തുണിയിലോ എടുത്ത് അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് കളഞ്ഞെടുത്ത് വയ്ക്കുക. എന്നിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ അത് കട്ട് ചെയ്തെടുത്ത് വയ്ക്കാം. ഇപ്പോൾ ഇത് കപ്പക്കറിക്കും കപ്പ പുഴുക്കിനൊക്കെ കട്ട് ചെയ്യുന്ന പോലെയാണ് കട്ട് ചെയ്തിരിക്കുന്നത്. ഇത് വീട്ടിലുണ്ടായ കപ്പയാണ്. ഇപ്പോൾ കടയിൽ നിന്ന് കപ്പ വാങ്ങിച്ചാലും നമ്മൾ ആവശ്യത്തിന് എടുത്ത് കഴിയുമ്പോൾ ബാക്കിയുള്ളത് നമ്മൾ എടുത്ത് വെക്കുമ്പോൾ അതിനകത്തൊരു കളറ് ഒരു 2-3 ദിവസം കഴിയുമ്പോൾ അതിൻ്റെ കളർ ചേഞ്ചൊക്കെ വന്നു തുടങ്ങും. അപ്പോൾ ഫ്രിഡ്ജിൽ വെച്ചാലും ഒരു ആഴ്ച കൂടുതലൊന്നും കപ്പ ഇരിക്കില്ല. അപ്പോൾ ഇതുപോലെ നമ്മൾ ശരിയാക്കി വെക്കുകയാണെങ്കിൽ എത്ര നാൾ വേണമെങ്കിലും കപ്പ കേടാവാതെ ഇരുന്നോളും. ഞാനിത് കപ്പ കട്ട്ലറ്റ് ഉണ്ടാക്കാനും കപ്പ ഉലത്താനും പിന്നെ കപ്പ കറിക്കൊക്കെ ഈ ഒരു ഷേപ്പിലാണ് കട്ട് ചെയ്ത് വയ്ക്കുന്നത്. അപ്പോൾ അത് കൂടുതലും കപ്പ ഇതുപോലെയാണ് ഞാൻ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. ഇനി കുറച്ച് കപ്പ ബജി ഞാൻ കഴിഞ്ഞ ദിവസം വീഡിയോ ഇട്ടിരുന്നു കപ്പ ബജി ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയാണ് ഇത് ഞാൻ കട്ട് ചെയ്ത് എടുക്കുന്നത്. ഇത് ഞാൻ കുറച്ച് നീളത്തിലാണ് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ കപ്പ ബജി ഉണ്ടാക്കിയതിന് ശേഷം കാണാനും കുറച്ച് ഭംഗിയായിരിക്കും. അപ്പോൾ ഈ ഒരു ഷേപ്പിലാണ് എല്ലാ കപ്പയും ഇതുപോലെ ബജിക്ക് വേണ്ടി കട്ട് ചെയ്തെടുക്കുക. ഇനി ഇതെല്ലാം നമുക്ക് ബട്ടർ കവറിലേക്ക് മാറ്റണം. ഒരു വിഭവത്തിന് എന്തോരം കപ്പയാണ് ആവശ്യം അത് അത്രമാത്രം ഒരു കവറിലേക്ക് ഇടുക. എന്നിട്ട് അത് നന്നായിട്ട് ടൈറ്റിൽ കെട്ടി വെക്കണം. ഇപ്പോൾ ഞാൻ 2-3 അളവിലൊക്കെ ആയിട്ടാണ് ഇത് എടുത്ത് വയ്ക്കുന്നത്. കപ്പ കറിക്ക് കുറച്ച് മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ. പക്ഷേ കട്ട്ലറ്റിനും പിന്നെ ഉലത്താനൊക്കെ കുറച്ചധികം കപ്പ വേണം. അപ്പം അതനുസരിച്ച് മാത്രം നമുക്ക് ഓരോ കവറിൽ ഇട്ടാൽ മതി. ഇതെല്ലാം നമുക്ക് ഫ്രീസറിലാണ് സൂക്ഷിക്കേണ്ടത്. അപ്പോൾ എല്ലാം ഒരു കവറിൽ തന്നെ ഇട്ടിട്ടുണ്ടെങ്കിൽ എടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. നമ്മൾ പുറത്തെടുത്ത് വെച്ചിട്ട് ആവശ്യമുള്ള എടുത്ത് ബാക്കി വീണ്ടും ഫ്രീസറിലേക്ക് വെക്കേണ്ടി വരും. അപ്പോൾ അങ്ങനെ വേണ്ട, നമുക്ക് ആവശ്യമുള്ള മാത്രം ഓരോ കവറിലിട്ട് വെച്ചാൽ മതി. ഇനി ബജിക്ക് വേണ്ടി ഞാനിതുപോലെ കവറിലേക്ക് മാറ്റണേണ്. അപ്പോൾ ആദ്യം കുറച്ച് മാത്രം ആവശ്യമുള്ള മാത്രം എടുത്തിട്ട് ഒന്ന് നന്നായിട്ട് ടൈറ്റിൽ ഒന്ന് കെട്ടിയതിന് ശേഷം അതിൻ്റെ മോൾ ഭാഗത്തും ആ ഒരു കവറിൽ തന്നെ മോൾ ഭാഗത്തും ആ സ്പേസിൽ വീണ്ടും ഞാൻ എടുത്ത് വെക്കുന്നതാണ്. അപ്പോൾ സ്ഥലം കുറച്ച് ലാഭിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യണത്. എന്നിട്ട് ആ കവറിൻ്റെ മുകൾ ഭാഗം ഒന്ന് ചുറ്റിച്ച് വെച്ചാൽ മതി. നമ്മൾ പാചകം ചെയ്യുന്നതിന് ഒരു 3-4 മണിക്കൂർ മുമ്പ് തന്നെ ഫ്രീസറിൽ നിന്ന് എടുത്തൊന്ന് പുറത്ത് വയ്ക്കണം. അപ്പോൾ അതിൻ്റെ ഐസൊക്കെ മാറിയിട്ടുണ്ടാകും. എന്നിട്ടൊന്ന് വെള്ളത്തിലിട്ട് ഒന്ന് കഴുകിയതിന് ശേഷം വേണം കുക്ക് ചെയ്യാനായിട്ട്. ഇത് ഫ്രീസറിൽ നിന്ന് പുറത്ത് വെച്ച് ഐസൊക്കെ മാറുമ്പോൾ വല്ലാണ്ട് ഇങ്ങനെ പഞ്ഞി പോലെ വരും. ഈ പച്ചക്കപ്പ വല്ലാണ്ട് സോഫ്റ്റായിട്ടിരിക്കും. പക്ഷെ ഒട്ടും പേടിക്കേണ്ട. അത് കുക്ക് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ഫ്രഷായിട്ട് എങ്ങനെയാണോ കുക്ക് ചെയ്യുന്നത് അതുപോലെ തന്നെ ഉണ്ടാവും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ ഒന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തേക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എന്നെ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു.